നേരത്തെ എന്റെ ഫ്രണ്ട് ഇവിടുന്ന് ബിരിയാണി പാഴ്സൽ വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു. പാഴ്സൽ വാങ്ങിച്ചോണ്ട് വന്ന് ഞാൻ അതിൽ നിന്ന് കുറച്ച് കഴിച്ചു നോക്കി. കുറച്ച് കഴിച്ചപ്പോൾ തന്നെ ബിരിയാണി നല്ല ബിരിയാണി ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് കഴിക്കാൻ വിചാരിച്ചത്. അങ്ങനെ ഇവിടെ വന്ന് കഴിക്കാൻ വേണ്ടി ബിരിയാണി വെച്ചപ്പോൾ ബിരിയാണി ഇല്ലായിരുന്നു. കാരണം ബിരിയാണി തീർന്ന് അവർ രണ്ടാമത് ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത് എനിക്ക് ചെയ്ത് കിട്ടിയ ബിരിയാണിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഇത് നമുക്ക് സാധാരണ ബിരിയാണി കിട്ടും പോലെ സാലഡ്, അച്ചാറ്, പപ്പടം, മുട്ട ഇങ്ങനെ എല്ലാ ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ 2 പീസ് ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബിരിയാണിയെ വെച്ച് നോക്കുകയാണെങ്കിൽ അന്ന് പാഴ്സൽ വാങ്ങിച്ചോണ്ടൊന്ന് ബിരിയാണിക്ക് ഉണ്ടായിരുന്ന ടേസ്റ്റ് ഇപ്പൊ ഈ ബിരിയാണിക്ക് ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നിയാലും അതിപ്പോ അന്ന് പാഴ്സൽ വാങ്ങിച്ചോണ്ട് ഇലയിലൊന്നും പൊതിഞ്ഞല്ല കൊണ്ടുവന്നത്. ഭയങ്കരമായിട്ട് ടേസ്റ്റ് തോന്നും. പക്ഷെ അന്ന് കുറച്ചും കൂടെ ഇതിനേക്കാളും ഞാൻ ഇപ്പൊ ഈ കഴിച്ചതിനേക്കാളും കുറച്ചും കൂടെ കൊള്ളായിരുന്നു തോന്നി അന്നത്തെ ബിരിയാണി. പക്ഷെ ഇന്നത്തെ ബിരിയാണി മോശമൊന്നല്ല, പക്ഷെ അന്നത്തെ ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയില്ല. ഈ ഒരു ബിരിയാണി പിന്നെ ഞാൻ ഒരു ലൈമും കൂടെയാണ് കുടിച്ചത്. ഇതിന് 160 രൂപ. ബിരിയാണി ലൈമും കൂടെ 160 രൂപയായി. ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ വിതുരയിലുള്ള സൽക്കാര. അപ്പൊ ഗെറ്റ് ദ എസൻസ്. ബൈ.